മാഷ് പറഞ്ഞ 1971 തലശ്ശേരി കലാപത്തിൽ മാഷ് പങ്കെടുത്തിട്ടുണ്ട്. ഇല്ല, കലാപത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. കലാപം അതിനോടനുബന്ധിച്ചുള്ള അവിടുത്തെ സമാധാന പ്രവർത്തനങ്ങളില്, അതായത് തരുൺ ശാന്തിസേന എന്നുള്ളത് അന്നത്തെ ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ കീഴിലുള്ള യുവജന സംഘടനയാണ്. അപ്പൊ ഞാൻ അതിൽ അംഗമൊന്നുമല്ല. ഞാൻ പത്രത്തിൽ കണ്ടു ഇവിടെ സമാധാന ശ്രമം നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചു പോയതാണ്. എന്നുവെച്ചാല് എനിക്ക് വലിയ ഷോക്കായിരുന്നത്, ആധുനിക കേരളത്തിലെ, സ്വതന്ത്രാനന്തര കേരളത്തിലെ, ഐക്യകേരള പിറവിക്ക് ശേഷമുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ വർഗീയ കലാപമാണ് തലശ്ശേരിയിൽ ഉണ്ടായത്. ഭാഗ്യവശാൽ അന്ന് അതിലാരും മരിച്ചിരുന്നില്ല, പക്ഷെ വലിയ അക്രമമൊക്കെ നടന്നു. അപ്പോ ഞാൻ പോയത്, ഞാനന്ന് BA പഠിക്കുക, BA 1ാം വർഷത്തിന് പഠിക്കുക. അപ്പോഴാണ് ഞാൻ പോയത്. അന്ന് ആ കൂട്ടത്തില് ഇന്നിപ്പോ അറിയപ്പെടുന്ന എഴുത്തുകാരായ രഘുനാഥ് പലേരി, തിരക്കഥാകൃത്ത്, സംവിധായകൻ, പിന്നെ അതുപോലെ കൽപ്പറ്റ നാരായണൻ, കവി, നിരൂപകൻ, അതുപോലെ അവരുടെ കൂടുതലുള്ള ഒരു K. ദേവരാജൻ, അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് BA പഠിക്കുകയാണ്. കൽപ്പറ്റ നാരായണൻ ഒരു കൊല്ലം എന്റെ താഴെ ക്ലാസ്സിലാണ്. അത് ജീവിതത്തില് പിന്നെ MN കാരശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഒരു എന്തെങ്കിലും പങ്കുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാല്, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അന്ന് അവിടെ 144 പ്രഖ്യാപിച്ചു. 144 പ്രഖ്യാപിക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ സംഘം ചേരാനോ എന്തെങ്കിലും സംസാരിക്കാനോ ചർച്ച ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ ഞങ്ങള് അവിടെ അപകടം ഉണ്ടായത്, ഈ കലാപം ഉണ്ടായത് മുക്കുവന്മാരുടെ ഇടയ്ക്കാണ് തുടങ്ങിയത്. അപ്പൊ ആ കടൽ തീരത്തോടെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പൊ KP രാധാകൃഷ്ണ മേനോൻ എന്നൊരു ഗാന്ധിമാർഗ പ്രവർത്തകൻ ഉണ്ടായിരുന്നു രാമനാട്ടുകരയില്. അദ്ദേഹം അവിടെ നവോദയ ദാനഗ്രാമൊക്കെ സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടാ പോകുന്നത്, കൈമുട്ടിയിട്ട്. അപ്പൊ എന്താ പാടുന്നത്? രഘുപതി രാഘവ രാജാറാം, പതീത പാവന സീതാറാം, ഈശ്വർ അല്ലാ തേരേ നാം, സബ്കോ സന്മതി ദേ ഭഗവൻ എന്നാണ് പാടുന്നത്. അപ്പൊ പോലീസ് വന്ന് പറഞ്ഞു, ഇങ്ങനെ സംഘം ചേരാൻ പാടില്ല, അങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോ ഞങ്ങൾ രാധേട്ടൻ എന്നാ വിളിക്കുക. രാധേട്ടൻ പറഞ്ഞു, ഇവിടെ ആളുകൾ പരസ്പരം സംസാരിക്കുന്നില്ല, ആരും ആരുടെയും വീട്ടിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ ഈ 2 കൂട്ടരുടെയും വീട്ടിലേക്ക് പോകും, ഞങ്ങൾ അവരോട് സംസാരിക്കും, ഞങ്ങൾ അവരുടെ കൂടെ ചായ വെള്ളം കുടിക്കും. അപ്പൊ പോലീസ് പറഞ്ഞത് നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾ മടങ്ങി പോകുന്നില്ല. അപ്പോ പോലീസ് ഒന്നും മിണ്ടാതെ മടങ്ങിപ്പോയി. ഞങ്ങൾ മുന്നോട്ട് പോയി. അതെനിക്ക് വലിയൊരു ആവേശമായിരുന്നു. കാരണം അവിടുത്തെ വീടുകളിൽ ഈ കത്തിക്കരിഞ്ഞ ഉടുപ്പുകള്, കത്തിക്കരിഞ്ഞ വീട്ടുപകരണങ്ങള്, കസേര, പലക, പിന്നെ എവിടേക്കോ ഓടിപ്പോയ ആളുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഇങ്ങനെയൊക്കെ ബോംബെയിലുണ്ട് എന്ന് നമ്മൾ സിനിമയെ കാണുകയെ, പത്രത്തിൽ വായിക്കുകയെ, അല്ലെങ്കിൽ നോവല് വായിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ കേരളത്തിൽ, ഈ തലശ്ശേരിയിൽ അത് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു സംഭവം, യാതൊരു സംശയമില്ല. ഷഹനാസ് ചോദ്യം വളരെ ശരിയാ. MN കാരശ്ശേരി എന്ന് പറയുന്ന വ്യക്തി സിനിമയുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? അത് ഞാനിങ്ങനെ മാഷിനെ കുറിച്ച് ഗൗരവമായിട്ട് ഇരിക്കുന്ന ഒരാള്, അങ്ങനെയൊക്കെയാണ് ഞാൻ പൊതുവെ കാരശ്ശേരി മാഷിനെ കുറിച്ച്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റില് പല മേഖലകളിൽ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തിനാ ഗൗരവമായിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. മാഷ് ചിരിക്കുന്നത് വല്ലപ്പോഴും കാണുള്ളൂ. ഓ, അങ്ങനെയാണോ? എന്നെ പറ്റി കേട്ട ഒരു പരാതി ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടാണ്. ആണല്ലേ? അല്ല, അത് ഓരോരുത്തരുടെ ധാരണയാണ്. അതിപ്പം ഷഹനാസിന്റെ ഒരു ഇംപ്രഷനാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം സിനിമയും ഞാനിവിടെ എന്താ ബന്ധം എന്ന് വിചാരിച്ചാല്, എനിക്ക് കുട്ടിക്കാലത്ത് സിനിമ കാണാൻ ഭയങ്കര കമ്പായിരുന്നു. ഞാൻ 5ാം ക്ലാസ് തൊട്ട് സിനിമ കാണുന്ന ഒരാളാണ്. അന്നൊക്കെ സിനിമ കാണാൻ പോകുന്ന വലിയ അപകടമാണ്. കാരണം വീട്ടിലറിഞ്ഞാൽ അടി കിട്ടും, അത് ഹറാമാണ്, സിനിമ കാണാൻ പാടില്ല. പിന്നെ സിനിമാ പാട്ട് എനിക്ക് അതിനേക്കാൾ കമ്പായിരുന്നു. അപ്പൊ സിനിമാ പാട്ട് പുസ്തകമൊക്കെ വാങ്ങിയൊക്കെ കാണാപ്പാടം പഠിക്കുക, അങ്ങനെ എന്റെ പണി. ആരും കാണാതെ, എന്റെ ശബ്ദം വളരെ മോശമാണെന്ന് എനിക്കറിയാം. അന്നൊന്നും എന്റെ ശബ്ദം മോശമാണ്, പാടാൻ വയ്യ. അപ്പൊ ആരും കേൾക്കാതെ പറമ്പിലോ പാടത്തോ പുഴക്കരയിലോ പോയിരുന്ന ഞാൻ പാടുന്നത്. അല്ലെ, അന്ന് പിന്നെ കുളിമുറി ഒന്നും ഇല്ലല്ലോ, അന്ന് കടവിലാണ് നമ്മൾ കുളിക്കുന്നത്. അപ്പൊ ആരും കാണാതെയും കേൾക്കാതെയാണ് ഈ പാട്ട് പാടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 72 എൻ്റെ ജ്യേഷ്ഠൻ സലാം കാരശ്ശേരി, ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ജ്യേഷ്ഠനല്ല,
എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ കോയക്കുട്ടിയാജിയുടെ മകനാണ് സലാം കാരശ്ശേരി. അതേ സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങുന്നത്. അതിന്റെ പേര് നവധാര മൂവി മേക്കേഴ്സ് എന്നാണ്. അപ്പൊ ഞാൻ അതിലൊക്കെ സഹകരിച്ചു. ആ സിനിമയുടെ ഔട്ട്ഡോറിൽ ഞാൻ അതിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മാതൃഭൂമിയിൽ സബ് എഡിറ്റർ ആയിരിക്കുമ്പോഴാണ് മരിച്ചുപോയ BP മൊയ്തീൻ വന്നിട്ട് എന്നോട് പറയുന്നത്, രാജൻ കേസിനെ പറ്റി നമുക്കൊരു സിനിമ ഉണ്ടാക്കണം. അപ്പൊ എനിക്ക് വലിയ ആവേശമായി. അവനോട് നീ അതിന്റെ തിരക്കഥ എഴുതണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തിരക്കഥൊന്നും എഴുതി പരിചയമില്ല എനിക്ക്, അതൊന്നും വേണ്ട, നീ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് പോയി. അങ്ങനെയാണ് ഞാൻ ആദ്യം സിനിമയുടെ ഒരു പണിക്കാൻ മദിരാശി പോകുന്നത്. അങ്ങനെയാണ്. മദിരാശി ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബേബി ആണ് അതിൻ്റെ സംവിധായകൻ. ആ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് സീമ ഒരു രംഗത്ത് വരുന്നത്. സീമയുടെ ചിത്രം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. കാരണം മാതൃഭൂമിയിലാണ് ഞാൻ ആദ്യം താരാപന്തന് മാതൃഭൂമി എന്നൊരു പങ്ക്തിയുണ്ട്. അതിൽ നിത്യ ഫിലിംസിന്റെ നിഴലെ നീ സാക്ഷിയിലെ പുതുമുഖം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സീമ ഇങ്ങനെ മുടി കെട്ടുന്നൊരു ചിത്രം കൊടുത്തത്. അവളുടെ പേര് ശാന്തി എന്നങ്ങാണ്ടായിരുന്നു. അത് തമിഴില് വലിയ നടനായിട്ട് പിന്നീട് പേര് കേട്ട വിജയനല്ലേ, വിജയനാണ് സീമ എന്ന് പേരിട്ടത്. ആ സിനിമ ഒരു 10-80% ഷൂട്ട് ചെയ്തു. അത് പൂർത്തിയായില്ല. ആ സിനിമ വന്നില്ല. ആ സിനിമ അപ്പൊ അന്ന് മദിരാശി കേട്ടത് 2 പേര് രംഗത്ത് വരുന്നു എന്നാ. ഒന്ന് സീമ എന്നൊരു നടി, 2 MN കാരശ്ശേരി എന്നൊരു തിരക്കഥാകൃത്ത്. പക്ഷെ അന്ന് വലിയ തമാശ ഒന്നും, IV ശശി ഞാനോട് നേരത്തെ പരിചയമുണ്ട്. അപ്പൊ ശശി എൻ്റെ അടുത്തേക്ക് ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചൊല്ലി അയച്ചു, കാരശ്ശേരി ആദ്യമായിട്ടൊരു പടം എഴുതല്ലേ, അപ്പൊ അതിലിങ്ങനെ സീമ മാതിരിയുള്ള പുതുമുഖങ്ങളൊന്നും അല്ല വെക്കേണ്ടത്, ആരെങ്കിലും ഒക്കെ വെക്കണം. അപ്പൊ ബേബി എന്ന് പറഞ്ഞ എന്റെ സംവിധായകനും കോഴിക്കോട്ടുകാരനാണ്. പിന്നെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പടം വരുന്നതിന് മുമ്പ് തന്നെ അടവുകൾ 18 എന്നോ ഒരു പടത്തില് സീമ വന്നു. പിന്നെ ശശിയാണ് ആ നടിക്ക് വലിയ ബ്രേക്ക് കൊടുത്തത്, അവളുടെ രാവുകൾ എന്നുള്ള സിനിമയില്. അങ്ങനെയാണ് സീമ വളരെ പോപ്പുലർ ആവുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവര് തമ്മിൽ പ്രണയമാണെന്ന് കേട്ടു. പിന്നെ ശശി അവളെ കല്യാണം കഴിച്ചു. നന്നായി. അങ്ങനെ അതാണ് അതിന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിൽ എൻ്റെ ബന്ധത്തെ പറ്റി പറയാണെന്ന് വെച്ചാല്, ഈ സലാം കാരശ്ശേരിയുടെ എല്ലാ പ്രൊഡക്ഷനും എന്തെങ്കിലും പണി ഞാൻ എടുക്കുന്നുണ്ടാവും. രംഗത്തുണ്ടാവില്ല, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പോ അന്ന് അവര് ഈ PA ബക്കർ അദ്ദേഹം മണിമുഴക്കം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സലാമിന്റെ അത് കബനി നദി ചുവന്നപ്പോൾ എന്നുള്ള അദ്ദേഹത്തിന്റെ പടത്തില് സലാം അഭിനയിച്ചു. അപ്പോ സലാമിന് ബക്കറിനെ വളരെ ഇഷ്ടമായി. ബക്കറിന് തിരിച്ചു. അപ്പൊ ബക്കറിനെ കൊണ്ടൊരു പടം ചെയ്യിക്കണം എന്നുള്ള നിലയ്ക്ക് സലാം ഇരിക്കുമ്പോഴാണ് ബക്കർ ഒരു കഥ പറയുന്നത്. ആ കഥ എന്താന്ന് വിചാരിച്ചാല്, എത്രയാണ് കഥ, ഒരാള് ഒരു ഗ്രാമത്തിലേക്ക് വന്നു. എന്നിട്ട് അയാൾ അവിടുത്തെ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടായി. എന്നിട്ട് പിന്നെ അയാള് മരിച്ചുപോയി. ഇത്രയുള്ള കഥ. അപ്പൊ ഈ കഥ വിപുലീകരിച്ച് തിരക്കഥയാക്കാൻ വേണ്ടിയുള്ള പല ചർച്ചകൾ നടക്കുമ്പോൾ ബക്കറിന്റെ ഐഡിയ വന്നു, പഴയ മാപ്പിളപ്പാട്ടുകൾ അതിൽ ഉപയോഗിക്കാം, പുതിയ പാട്ട് എഴുതിക്കാതെ. അപ്പൊ മാപ്പിളപ്പാട്ടിൽ ഗവേഷണം നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പഴയ മാപ്പിളപ്പാട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ബക്കർ എന്നെ ആളയച്ച് വരുത്തുന്നത്. അപ്പോ ശരി, അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഓരോ സന്ദർഭം തന്നാൽ പാട്ട് ഞാൻ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പ്രണയം, അല്ലെങ്കിൽ വിരഹം, അങ്ങനെ, അല്ലെങ്കിൽ ശോകം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ കഥ ചർച്ച ചെയ്തതിനിടയ്ക്ക് ഞാൻ ചില അഭിപ്രായമൊക്കെ പറഞ്ഞു. ബക്കർ സലാം കാരശ്ശേരിയോട് പറഞ്ഞ്, ഈ തിരക്കഥ വേറെ ആരും എഴുതണ്ട, നിങ്ങൾ അനുജൻ എഴുതിയാൽ മതി. അപ്പൊ എനിക്കത് വലിയ ആവേശമായി. ഞാൻ തിരക്കഥ എഴുതിയെന്ന് പറഞ്ഞാല് ബക്കറിനെ കാണിക്കാനുള്ള സാധനം എഴുതിയത്, ബക്കറിന് വേണ്ടി എഴുതിയത്. പക്ഷെ സലാം കാരശ്ശേരി അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വെച്ചാല്, ഈ കഥ ശ്രീനിയെ കൊണ്ട് സംവിധാനം ചെയ്തു. ശ്രീനി അന്നൊരു ആർട്ട് ഡയറക്ടറാ. അദ്ദേഹം അതിന് മുമ്പോ പിമ്പോ ഒരു സിനിമയും ഡയറക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ശ്രീനിയിൽ വലിയ ഭാവിയുണ്ട്, ശ്രീനിക്ക് വലിയ ഭാവിയുണ്ട്. അതുകൊണ്ട് സലാം കാരശ്ശേരി ഇയാളെ കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് M. സുകുമാരന്റെ സംഘഗാനം എന്നുള്ള ചെറുകഥ സിനിമയാക്കണം സലാം കാരശ്ശേരി നിശ്ചയിച്ചു. അത് ബക്കറിനെ ഏൽപ്പിച്ചു. അതിന്റെ തിരക്കഥയും സംവിധാനവും ബക്കർ, ഇത് മുഴുവൻ ശ്രീനി. അപ്പൊ എനിക്ക് വലിയ നിരാശയായിരുന്നു. കാരണം ഞാൻ എഴുതിയത് ബക്കറുമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു സാധനമാണ്.
ഞാൻ അതിന്റെ ഫൈനൽ സ്ക്രിപ്റ്റാന്ന് വിചാരിച്ചില്ല. പക്ഷെ എഴുതി കഴിഞ്ഞ് വന്നപ്പോ മറ്റൊരു പിന്നെ ചർച്ചയൊന്നുമില്ല, ഞാൻ എഴുതി അവരെടുക്കുക ഇത്. അപ്പൊ അതിൽ പാട്ട് വന്നപ്പോ എന്ത് ചെയ്തു, പുതിയ ആളുകളെ കൊണ്ട് എഴുതിക്കാന്ന് വെച്ചു. അപ്പൊ ഒന്ന് സലാമിന്റെ കൂടെ നേരത്തെ ചുഴിയിലൊക്കെ ഉള്ള ആളാണ് പോച്ചൽ ഖാദർ, പിന്നെ പുതുതായിട്ട് വന്ന PT അബ്ദുറഹ്മാൻ, പുതുതായിട്ട് കാനേഷ് പൂനൂർ. ഈ രണ്ടുപേര് സിനിമയിൽ ആദ്യമായിട്ട് എഴുതുന്ന ആ സിനിമയിലാണ്. അങ്ങനെ ആ പടം വന്നു. ആ പടം നന്നായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് പക്ഷെ സലാമിന് ആ പൈസ മുതലായി. കാരണം അന്ന് 79 ആ പടം വന്നത്. 1 ലക്ഷം ഉറുപ്പിയാണ് അതിന് ചെലവായത്. അതില് അന്നൊരു സംവിധാനം ഉണ്ടെന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഔട്ട്ഡോർ കേരളത്തിൽ പൂർത്തിയാക്കുന്ന സിനിമകൾക്ക് 50,000 റുപ്യ ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്. അതതിന് കിട്ടി. പിന്നെ അതിന്റെ ഗൾഫ് റേറ്റ് വിറ്റു. അന്ന് 45,000 വിറ്റത്, 79 പറയുന്നത്. അപ്പൊ 95,000 കിട്ടി. പിന്നെ കോഴിക്കോട്ടും മലപ്പുറത്തും ഒക്കെ കളിച്ചു. കൊണ്ടോട്ടിയാണ് അതിലെ പശ്ചാത്തലം. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. കൊണ്ടോട്ടി നേർച്ച പശ്ചാത്തലമൊക്കെ ഞാനാണ്. അപ്പൊ പടം മുതലായി. പക്ഷെ പടം വിജയിച്ചില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിൽ വിജയിച്ചത് അതിലെ പാട്ടുകളാണ്. കാരണം K. രാഘവൻ മാഷാണ് എന്റെ സംഗീത സംവിധാനം. K. രാഘവൻ മാഷാണ് പാടിയത്. അതിൽ വളരെ പ്രസിദ്ധമായ പാട്ടാണ് പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി എന്നുള്ള കാനേഷിന്റെ പാട്ട്. അതുപോലെ അഹദോന്റെ തിരുനാമം എന്നുള്ള അത് നിലമ്പൂർ ഷാജിയാ പാടിയത്. പനിനീര് പെയ്യുന്നു എന്നുള്ളത് ജയന്തറാ പാടിയത്. അത് പിന്നെ കാനേഷിന്റെതാണ് പനിനീര് പെയ്യുന്നു, പോച്ചൽ ഖാദറിന്റെയാണ് അഹദോന്റെ. അങ്ങനെ ഒരു സിനിമയിലെ പാട്ട് എന്നുള്ള നിലയ്ക്ക്, കാരണം രാഘവൻ മാഷാണ് ഇതിന് പ്രധാന കാരണം. പിന്നെ തീർച്ചയായിട്ടും പാട്ട് പാടിയവരുടെയും എഴുതിയവരുടെ ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെ രാഘവൻ മാഷിന്റെ, അതായത് നീലക്കുയിൽ ചെയ്ത ആളാണ് രാഘവൻ മാഷ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയിൽ പിന്നെ എനിക്കുള്ളതൊക്കെ വളരെ മോശം അനുഭവങ്ങളാണ്. എന്നുവെച്ചാല് പിന്നെ ഒരു എന്താന്ന് വെച്ചാല് സലാം കാരശ്ശേരിയുടെ കൂടെ ആർട്ട് ഡയറക്ടർ ആയിരുന്ന ഒരു കൃഷ്ണനുണ്ട്. കൃഷ്ണന് ഏതോ ഒരു പ്രൊഡ്യൂസറെ കിട്ടി. അപ്പൊ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതി തരണം സിനിമ ഉണ്ടാക്കാൻ. അപ്പോ ഞാനൊരു കഥ പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. അപ്പൊ അന്ന് ആ കഥ എന്ന് പറയുന്നത് ലോറി എന്നുള്ള സിനിമ വരുന്നതിന് മുമ്പേ കേട്ടോ. ആ ഞാൻ പറഞ്ഞ കഥ ഒരു തെരുവിലെ സർക്കസ് നടത്തുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് കൃഷ്ണൻ വളരെ ഇഷ്ടമായി. അപ്പൊ അത് കൃഷ്ണൻ അതിന്റെ 1 ലൈൻ എന്നെ കൊണ്ട് എഴുതി മേടിച്ചു. അതൊരു കൃഷ്ണൻ പോയി. പിന്നെ കൃഷ്ണനെ പറ്റി ഒന്നും ഞാൻ ഇന്നും വരെ അറിയില്ല. എന്നോട് പിന്നെ ആരോ പറഞ്ഞു ആ കഥ ആ തിരക്കഥയൊക്കെ വെച്ചിട്ട് തെലുങ്കിലോ കന്നഡത്തിൽ പടം വന്നു, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒന്നുണ്ടായി. പിന്നെ ഒരിക്കല് T. വാസുദേവൻ, ജയമാരിയുടെ കുട്ടിക്കുപ്പായ എടുത്ത പ്രൊഡ്യൂസർ, അതേ ഒരിക്കലും കോഴിക്കോട്ട് വന്നു. എന്നോടൊരു 1 ലൈൻ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ 1 ലൈൻ എഴുതി കൊടുത്തു. പിന്നെ T. വാസുദേവൻ എന്നെ ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. അതിനെന്ത് പറ്റിയത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വേറെ ഇപ്പം മാന്യമഹാജനങ്ങള് എന്നുള്ള പടത്തിന്റെ അസോസിയേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്ന് എന്നോട് അതിന്റെ സംവിധായകൻ ബക്കർ ബക്കർ ഏലംകുളം, അത് ഞാൻ വർക്ക് ചെയ്തൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാതെ അദ്ദേഹത്തിന്റെ ക്യാമറമാൻ നമ്മളെ കലഹം കാണുകയായിരുന്നു എന്റെ പ്രധാന പണി. ഞാൻ ഉപേക്ഷിച്ചു പോന്നു. പിന്നെ വേറെ ഇതുപോലെ പിന്നെ ഞാൻ ചെയ്തൊരു പണി എന്ന് പറയുന്നത് സലാം കാരശ്ശേരിക്ക് മൊയ്തു മൊലിയെ പറ്റി ഒരു ഡോക്യുമെന്ററി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തിരക്കഥ എഴുതിയ ഞാനാണ്. എൻ്റെ സുഹൃത്ത് ശശിഭൂഷൺ നായരാണത് സംവിധാനം ചെയ്തത്. 100-ാണ്ടിന്റെ സാക്ഷി എന്നാണ് അതിന്റെ പേര്. അത് സംസ്ഥാന അവാർഡും കേന്ദ്ര അവാർഡും ഒക്കെ അതിന് കിട്ടി. കേന്ദ്ര അവാർഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റെഫറൻസ്, ജൂറിയുടെ സ്പെഷ്യൽ റെഫറൻസ് കിട്ടി. അങ്ങനെ അത് ഇപ്പോ യൂട്യൂബിലുണ്ടത്. 100-ാണ്ടിന്റെ സാക്ഷി മൊയ്തു മൗലവി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്താൽ അത് മൗലവി എന്നാലും മൗലവിയായിട്ട് വരുന്നത്, വേറെ ആൾ അഭിനയിക്കുന്നതല്ല. പിന്നെ ഈ 14-ാം രാവ് യൂട്യൂബിലുണ്ട്. പിന്നെ ആ തിരക്കഥ എഴുതി 40 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ തിരക്കഥ പുസ്തകമായിട്ട് നമ്മുടെ അക്ബർ ലിബി പബ്ലിക്കേഷൻ അത് പുസ്തകമായിട്ട് അടിച്ചു. പിന്നെ ഇപ്പോഴും ഇടയ്ക്ക് ചിലരൊക്കെ ഇപ്പൊ ഈ ഏറ്റവും അവസാനം നമ്മുടെ JC ജോർജിന്റെ ഒരു പടം വന്നല്ലോ ഇപ്പോ, പിൻവാതിൽ. അപ്പൊ അത് ജോർജ് എന്നോട് വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ ഒരു വീഡിയോന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ ആ സിനിമ ഉണ്ടാക്കിയത്, അതുകൊണ്ട് കാണുന്നത്. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അതിൽ എഴുതി കാണിക്കുന്നുണ്ട് ക്രിയാത്മക പ്രചോദനം MN കാരശ്ശേരി എന്നൊക്കെ. പിന്നെ വേറെ ചില്ലറ സഹായവും സഹകരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രംഗത്തൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെ
ഞാൻ പരാജയപ്പെട്ട ഒരു രംഗാണത്. സിനിമ ഞാൻ പല രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഞാൻ പരിപൂർണമായി പരാജയപ്പെട്ടു എന്ന് ഞാൻ അംഗീകരിക്കുന്ന ഒന്നാണ് സിനിമ. അതുകൊണ്ട് ഇനിയും ഞാൻ സിനിമയിൽ അരക്കായി നോക്കിക്കൂടാന്നില്ല. അതെ, പുതിയൊരു സിനിമയൊക്കെ ഉണ്ടാവാം കാരശ്ശേരി മാഷിന്റെ അടുത്തുനിന്ന് വിചാരിക്കുന്നു. മാഷേ, ഞാൻ വേറൊരു കാര്യം, നമ്മളിപ്പോ സ്വന്തം രാഷ്ട്രീയത്തിൽ നിന്ന്, സ്വന്തം മതത്തിൽ നിന്ന് ഒക്കെ നമുക്കൊരു ആശയവും നമുക്കൊരു വിശ്വാസവും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിനകത്ത് നിന്നിട്ട് അതിനകത്തുള്ള തെറ്റുകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കും. ഇപ്പൊ കാരശ്ശേരി മാഷ് മുസ്ലിം മതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാഷിന് ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞാല് ഇപ്പൊ ഞാന് ഒന്നാമത് ഈ ഞങ്ങളുടെ ഇവിടെ കാരശ്ശേരിയില് ഈ മുക്കത്തൊക്കെ ഉള്ള വലിയൊരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എന്നുവെച്ചാല് വളരെ സമ്പന്നമായ ഒരു തറവാട്ടിലെ വളരെ ദരിദ്ര ശാഖയിൽ ജനിച്ച ആളാണ് ഞാൻ. അപ്പം ഇവിടെ പെട്ടെന്ന് എന്നെ തല്ലുക കൊല്ലുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പണ്ട്. പിന്നെ ഞാൻ എപ്പോഴും MA പാസ്സായി. എനിക്ക് ആദ്യം മാതൃഭൂമി ജോലി കിട്ടി, പിന്നെ ഗവൺമെന്റ് കോളേജ് ജോലി കിട്ടി. അപ്പൊ ഞാൻ എൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് ദൂർത്തൊന്നുമില്ല. എനിക്ക് ഒരിക്കലും ഒരു പത്രാസ് വേണം. ഇപ്പൊ ഭക്ഷണം, അല്ലെങ്കിൽ യാത്ര, അല്ലെങ്കിൽ വസ്ത്രം, അല്ലെങ്കിൽ താമസം, ഇതിലൊന്നും ഒരു പരിധിയിൽ കൂടുതൽ സൗകര്യം വേണമെന്ന് ആളെ ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ ഇന്ത്യൻ കോഫി ഹൗസ് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കല്. അവിടെ എപ്പോഴും 40 റുപ്യാണ് ഊണിന്. അല്ലാതെ ഇപ്പൊ ഹോട്ടൽ ഹൈസണിൽ പോയിട്ട് 550 റുപ്യക്ക് എന്താണ് അവിടുത്തെ ലഞ്ചില്ലേ, ബുഫേ, അതിന് എനിക്കൊരു താല്പര്യം തോന്നാറില്ല. അതുപോലെ ഇപ്പം വസ്ത്രം, അതിപ്പോ ഞാനൊരു 600-700 റുപ്യയുടെ ഉപ്പായാണ് ഞാൻ ഇടുക. എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ ഇപ്പൊ എനിക്ക് നേരത്തെ ഇവിടെ കാറുണ്ടായിരുന്നു. അതെന്ന് വെച്ചാല് കുട്ടികൾക്കൊക്കെ ഡ്രൈവിംഗ് പഠിക്കാം, എനിക്കും ഭാര്യക്കൊക്കെ പഠിക്കാം. ഞാനും ഭാര്യയും പഠിച്ചില്ല, കുട്ടികളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോ ആവശ്യം കഴിഞ്ഞ് ഞാൻ ഹെഡായിരുന്നപ്പോ കാറിലാണ് അവിടെ പോയിരുന്നത്, കാരണം സമയം പാലിക്കാൻ വേണ്ടി. പിന്നെ ഞാനത് വിറ്റു. അതിന്റെ ആവശ്യം എനിക്ക് അങ്ങനെ ഒരു കാറ് വേണം എന്നൊരു തോന്നലില്ല. ഒരു ആവശ്യത്തിന് വേണേ കാറ് വേണല്ലേ, എല്ലാ കാര്യവും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ല. അപ്പൊ എന്നെ ആകെ എന്താ ചെയ്യാൻ പറ്റുക? എന്നെ ഇപ്പൊ കോഴിക്കോട് നിന്ന് കാസർഗോട്ടേക്കോ അല്ലെങ്കിൽ ഇടുക്കിക്കോ സ്ഥലം മാറ്റാം. എനിക്ക് തിരക്കില്ല, ഞാൻ പോവാം എന്നുള്ളതാണല്ലോ. പിന്നെ ഞാൻ ഇവരോടൊക്കെ വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അതായത് ഈ പിന്നെ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി ഞാൻ എതിർക്കുന്നു, അല്ലെങ്കിൽ AP സുന്നി ഞാൻ എതിർക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഞാൻ എതിർക്കുന്നു. അവരോടൊന്നുള്ള എന്റെ വ്യക്തിബന്ധത്തിന് ഒരു തരക്കേടുമില്ല. ഞാൻ അവരെന്നെ പറ്റി നല്ലതാ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഇതിനൊക്കെ എതിർക്കുന്ന അവരോടുള്ള ഈറ കൊണ്ടോ പക കൊണ്ടോ അല്ല, അവരോടുള്ള എനിക്കുള്ള വാസ്തവമായ ഇഷ്ടം കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു വിദ്യാർത്ഥി, അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ബന്ധു, അല്ലെ നമ്മുടെ മകൻ, അല്ലെ നമ്മുടെ ഏട്ടൻ, അല്ലെ നമ്മുടെ അമ്മാവൻ, അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥൻ, അവര് ചെയ്യുന്നത് തെറ്റാണ് നമ്മൾ തോന്നി നമ്മൾ പറയണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അന്നലിക്കാ പറയുന്നത്, അല്ലാതെ ഞാൻ അവരെ ദുഷിക്കാൻ വേണ്ടി പറയുന്നതല്ല. തീർച്ചയായിട്ടും ഞാൻ ശരീഅത്തിനെ വിമർശിച്ചിട്ടുണ്ട്. ശരീഅത്ത് പരിഷ്കരിക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പരിഷ്കരിക്കാഞ്ഞാൽ അതിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇസ്ലാമിക ശരീഅത്ത് ഏറ്റവും അന്യായം ചെയ്യുന്നത് സ്ത്രീകളോടാണ്. അത് ഞാൻ എല്ലാ കാലത്തും പറയും. എല്ലാ നാട്ടിലും അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇറാനിലേക്ക് നോക്കിയാലും, സൗദിയിലേക്ക് നോക്കിയാലും, ഇറാഖിലേക്ക് നോക്കിയാലും, പാകിസ്ഥാനിലേക്ക് നോക്കിയാലും, ബംഗ്ലാദേശിൽ നോക്കിയാലും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇപ്പോ അതിലൊരു വലിയ പ്രശ്നം വന്നത് ചേകനൂർ വധത്തിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഞാനാണ് അതിന്റെ സമരത്തിന് മുന്നിട്ടിറങ്ങിയത്. അപ്പോഴെനിക്കൊരു 3-4 വധഭീഷണി കത്ത് വന്നിരുന്നു. അത് ഞാൻ പോലീസിൽ കൊടുത്തിട്ടില്ല, പത്രത്തിൽ കൊടുത്തിട്ടില്ല. അത് ഞാൻ ആകെ ചെയ്തത്, എന്റെ സുഹൃത്ത് KC നാരായണനുണ്ട്, അദ്ദേഹം അന്ന് മാതൃഭൂമിയില. അപ്പൊ ഞാൻ നാരായണൻ പറഞ്ഞു, എടോ ഇങ്ങനെ 3-4 കത്തുണ്ട് എന്റെ ഫയലിൽ വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്കത് പോലീസിൽ ഞാൻ പത്രത്തിൽ കൊടുക്കണ്ട. പിന്നെ എന്താ താനോട് പറഞ്ഞത്? എനിക്ക് വല്ലതും സംഭവിച്ചാൽ ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന് താൻ ഓർത്താൽ അത്ര മതി. എനിക്ക് ആകെ ഒരു ഫോൺ കോളാണ് ആ വകയിൽ വന്നത്. ഒരു ദിവസം രാവിലെ ലാൻഡ് ഫോണാണ്, അന്ന് മൊബൈലൊന്നും ഇല്ല. ഒരാൾ വിളിച്ചു, ചേകനൂരിൽ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ധരിച്ച് എന്റെ സുഹൃത്തുക്കളാരോ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞാൽ അറിയണല്ലോ എന്ന് പറഞ്ഞാൽ, അടുത്തത് നീയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വന്തം പേര് പറയാൻ ധൈര്യം ഉണ്ടോ? അപ്പോഴേക്കാണ് ഫോൺ വെച്ചു. സ്വന്തം പേര് പറയാൻ ധൈര്യമില്ലാത്ത ഒരുത്തനാ എന്നെ പേടിപ്പിക്കുന്നത്. അപ്പൊ ഇവരാരും എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിട്ടില്ല. കാരണം അവർക്കറിയാം ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് പേടിക്കുന്ന ജാതിയല്ലേ ഞാൻ. പിന്നെ എനിക്ക് അവരോട് വലിയ ബഹുമാനമുണ്ട്. അവരാരും പൈസയായിട്ട് എന്നെ സമീപിച്ചിട്ടില്ല. നമ്മുടെ ഈ കൂടുതലൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇവിടെ പരിസ്ഥിതി സമരത്തിലോ ചേകനൂർ സമരത്തിലോ ഒക്കെ ഉള്ള പലരെയും
മറുപക്ഷത്തുള്ളവർ പിടിച്ചത് പൈസ കൊടുത്തിട്ടാ. ഓക്കെ. അപ്പൊ അതിന് എൻ്റെ അടുത്തേക്ക് ആരും വന്നിട്ടില്ല. അതെനിക്ക് അവരോട് വലിയ ബഹുമാനം. കാരണം എന്നെ വിലക്ക് കിട്ടില്ല എന്ന് അവർക്കൊരു ധാരണ ഉണ്ടല്ലോ. അതെ അതെ. അവർക്ക് എന്നോട് വ്യക്തിപരമായി ആർക്കെങ്കിലും വിരോധമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുവെ എന്നോട് അങ്ങനെ അപ്പോ അതിലിപ്പോ എതിരഭിപ്രായമുള്ള വിദ്യാർത്ഥികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പരിചയക്കാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്. അവരെ എതിരഭിപ്രായമൊക്കെ പറയും. അത് ഞാൻ അവരോടും പറയും. ഇപ്പൊ ഞാൻ ഏറ്റവും എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അതിലൊക്കെ എന്റെ കൂടെ പഠിച്ചവരും എന്റെ കൂടെ ജോലി ചെയ്തവരും എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരായിട്ട് അനവധി സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ പോകും, ഞാൻ വിളിച്ചാൽ അവരും വരും. അവരാരെങ്കിലും മരിച്ചു കേട്ടാൽ ഞാൻ പോകും, സുഖമില്ലാതെ കേട്ടാൽ ഞാൻ പോകും, എനിക്ക് സുഖമില്ലാതെ കേട്ടാൽ അവരും വരാറുണ്ട്. അതൊക്കെയാണ് വ്യക്തിബന്ധം എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ദുരുദ്ദേശപൂർവ്വം ചെയ്യാണെന്ന് അവർക്ക് ആർക്കും എന്നെ പറ്റി പരാതിയില്ല. ഞാൻ പറയുന്നതൊക്കെ തെറ്റാണെങ്കിലും ഞാനത് ഉത്തമ ബോധ്യത്തിൽ പറയുന്നതാണ് എന്ന് അവർക്കൊരു ധാരണയുണ്ട്. അതുകൊണ്ടായിരിക്കണം അവർക്ക് എന്നോടൊരു പകയില്ലാത്തെന്ന് ഞാൻ വിചാരിക്കുന്നത്.